നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 38 മുതൽ 42 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും എന്നരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, ദുഷ്ടനോട് എതിർക്കരുത്. നിന്നെ വലത്തെ ചെകിട്ടത്ത് അടിക്കുന്നവന് മറ്റേതും തിരിച്ചു കാണിക്കാം. നിന്നോട് വ്യവഹരിച്ച് നിന്റെ വസ്ത്രം എടുപ്പാൻ ഇച്ഛിക്കുന്നവന് നിന്റെ പുതപ്പും വിട്ടുകൊടുക്കാം. ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോടുകൂടെ പോക. നിന്നോട് യാചിക്കുന്നവന് കൊടുക്ക. വായ്പ വാങ്ങുവാൻ ഇച്ഛിക്കുന്നവനെ ഒഴിഞ്ഞ് കളയരുത്. ഈ വാക്യങ്ങളിൽ സ്വർഗരാജ്യ പ്രജകളുടെ ആത്മീക നിലവാരം എങ്ങനെയായിരിക്കുമെന്നാണ് യേശു പറയുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള ചില വാക്യങ്ങളുടെ വിശദീകരണമാണ് ഈ വാക്യങ്ങൾ. പ്രത്യേകിച്ച് സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നീ വാക്യങ്ങളോട് ബന്ധപ്പെട്ടവയാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ന്യായപ്രമാണത്തിലുണ്ട്. അതിനർത്ഥം മറ്റൊരാളുടെ കണ്ണടിച്ച് പൊട്ടിച്ചാൽ തിരിച്ച് അവന്റെ കണ്ണടിച്ച് പൊട്ടിക്കാമെന്നല്ല. പല്ലടിച്ച് കളഞ്ഞാൽ തിരിച്ച് അവന്റെ പല്ലടിച്ച് കളയാം എന്നുമല്ല. അതുപോലെ ആവർത്തന പുസ്തകം 19:20 ആ വാക്യം എഴുതിയിട്ടുള്ളത്. അവിടെ കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, ജീവന് പകരം ജീവൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഒരാളെ കൊന്നു, ഈ കൊല്ലപ്പെട്ടവന് തിരിച്ചു കൊല്ലാൻ പറ്റുമോ? ഒരാളുടെ കൈ ഒടിച്ചു കളഞ്ഞു, അവന് മറ്റവന്റെ കൈ വെട്ടിക്കളയാനായിട്ട് പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ അനുവാദമുണ്ടോ? ഒരാളുടെ കാല് വെട്ടിക്കളഞ്ഞു, തിരിച്ച് കാല് വെട്ടിക്കളഞ്ഞാൽ അതോടെ കേസെല്ലാം തീർന്നു, പ്രശ്നമൊന്നുമില്ലേ? പ്രിയപ്പെട്ടവരെ, ഇത് പരസ്പരം ഉള്ള നിലപാടിന്റെ കാര്യം അല്ല ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്നാൽ ചില ആളുകൾ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പഴയ നിയമത്തിൽ കണ്ണിന് പകരം കണ്ണ് എന്ന് പറഞ്ഞാൽ നിന്റെ കണ്ണ് ഒരാൾ അടിച്ചു കളഞ്ഞാൽ അവന്റെ പകരം അവന്റെ കണ്ണ് മാത്രമേ നീ അടിച്ചു കളയാവൂ, അത് കൂടുതലൊന്നും ചെയ്യരുത്. നിന്റെ പല്ലൊരുത്തനടിച്ച് കളഞ്ഞാൽ അവന്റെയും ഒരു പല്ല്, അതെങ്ങനെ കൃത്യമായിട്ട് ഒരു പല്ല് മാത്രം അടിച്ചു കളയാനായിട്ട് സാധിക്കുന്നത്? പക്ഷെ അതല്ല. ആവർത്തന പുസ്തകം 19:20 ഈ വാക്യമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ മുമ്പിലുള്ള വാക്യങ്ങൾ വായിച്ചാൽ ന്യായാധിപന്മാർ ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഒരാളെ അടിച്ച് കണ്ണ് കളഞ്ഞു, പല്ല് കളഞ്ഞു, കാല് കളഞ്ഞു, കൈ കളഞ്ഞു, അല്ലെ ഒരാളെ കൊന്നു, അത് കേസായി. ന്യായവിസ്താരത്തിൽ വരുമ്പോൾ ന്യായാധിപൻ കൊടുക്കേണ്ട ശിക്ഷയെക്കുറിച്ചാണ് അവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഒരാള് കൊലപാതകം ചെയ്തു, അവനാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. അവന് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് മരണശിക്ഷ അവന് കൊടുക്കാം, മരണത്തിനുള്ള ശിക്ഷ അതാണ്. ഒരാൾ കാല് കളഞ്ഞാൽ പരമാവധി ന്യായാധിപൻ വിധിക്കേണ്ടത് മറ്റവന്റെ ഒരു കാല് കളയുക. അത് ഈ കാല് പോയവനല്ല ചെയ്യേണ്ടത്. കോടതിയുടെ വിധി പോലീസാണ് നടപ്പാക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരാണ് നടപ്പാക്കുന്നത്. അതാണ്. പക്ഷെ ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ യഹൂദന്മാരും തെറ്റിദ്ധരിച്ചു പണ്ട് പഠിപ്പിച്ചിരുന്നു. ഇന്ന് പുതിയ നിയമം വായിക്കുന്ന ആളുകളും അവര് തെറ്റിച്ചാണ് പഠിപ്പിക്കുന്നത്. യേശു അതായത് പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു, കണ്ണ് കളയാം, പല്ല് കളയാം, കാല് കളയാം, ജീവന്മാരെ കളയാം. അങ്ങനെയല്ല. അത് ന്യായാധിപന്മാർ അവരുടെ വിധി ന്യായം എങ്ങനെയായിരിക്കണം എന്ന് ദൈവം അതിൻ്റെ ഇൻസ്ട്രക്ഷൻ നൽകുകയാണ്. അപരാധികൾ കേട്ടിട്ട് നീതിയായി വേണം വിധിക്കാൻ. പരമാവധി ശിക്ഷ ഇതായിരിക്കണം. അതാണ് ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ യേശു സൗമ്യതയ്ക്കും സമാധാനത്തിനുമുള്ള മാതൃക എന്നൊന്നും പറയുന്നത് ഈ കേസിന് പോവുക പോലും അരുതെന്നാണ്. സൗമ്യതയോടെ, കാരണം യേശു പറഞ്ഞല്ലോ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതിനൊരു ഉദാഹരണമായിട്ടാണ് യേശു ഇത് പറയുന്നത്. നീ വ്യവഹാരത്തിന് പോകണ്ട,
നീ അത് കേസിന് പോകണ്ട, നീ ദൈവത്തിന് വിട്ടു കൊടുക്കുക. കാരണം യേശു അങ്ങനെയാണ് ചെയ്തത്. തന്നെ ശകാരിച്ചിട്ട് ശകാരിക്കാതെയും കർഷകന് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവங்க കാര്യം ഭരമേൽപ്പിക്കും. ക്രിസ്തുവിലുള്ള ആ ഭാവമാണ് നമുക്ക് വേണ്ടത്. നാം പിന്തുടരുവാൻ അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. ഇബ്രായ ലേഖനത്തിൽ സമ്പത്തുകളുടെ അപഹാരം എബ്രായ വിശ്വാസികൾ സന്തോഷത്തോടെ സഹിച്ചുവെന്നാണ്. അതുപോലെ നമുക്കറിയാം, ദൈവമക്കളെ ഉപദ്രവിച്ചു, അവരൊരു പ്രതികാരത്തിനും പോയില്ല. കാരണം അവരുടെ കർത്താവ് പഠിപ്പിച്ചത് നീ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നാണ്. ന്യായമായി വിധിക്കുന്ന ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നാണ്. നിയമം കയ്യിലെടുക്കാൻ ഒരു വിശ്വാസിക്ക് ബൈബിൾ അനുവാദം നൽകുന്നില്ല. പണ്ട് കാലത്തെ യഹൂദന്മാർക്ക് പോലും അതില്ലായിരുന്നു. ന്യായാധിപർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിന്റെ വലത്തെ ചെകിട്ടിന് ഒരാൾ അടിച്ചാൽ നീ ഇടത്തേതും കാണിച്ചു കൊടുക്കുക. അതിനുള്ള സമഞ്ജസത നമുക്കുണ്ടായിരിക്കണം. അല്ലാതെ വലിയ അപമാന ഭാരം എനിക്കുണ്ടായി, എന്നെ അകാരണമായിട്ടടിച്ചു, അതൊന്നും ചിന്തിക്കണ്ട. നിന്റെ വലത്തെ ചെകിട്ടിനടിച്ചാൽ ഇടത്തേത് കാണിച്ചു കൊടുക്കുക. ഒരുത്തൻ പറയുകയാണ് ഈ വസ്ത്രം എൻ്റേതാണ്, പ്രത്യേകിച്ച് തുണി നനച്ചൊക്കെ ഉണക്കാനിരുന്ന സ്ഥലത്ത് ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരാൾ ജോലി ചെയ്യുമ്പോൾ ഒരു വസ്ത്രം അത് ഒരു സ്ഥലത്ത് വെച്ചിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ പറയുകയാണ് ഇതെൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അവന് നിന്റെ പുതപ്പും കൂടെ, അതായത് മേലങ്കി കൂടെ നീയെ കൊടുത്തേക്കുക എന്നാണ് കർത്താവിടെ പഠിപ്പിക്കുന്നത്. കാരണം അതാണ് സൗമ്യത, അതാണ് സമാധാനം ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ദൈവമക്കൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. അവര് കേസിന് പോകുന്നവർ ആയിരിക്കാനായിട്ട് പാടില്ല എന്നാണ് ഇവിടെ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. തൊട്ടുതാഴെ പറയുന്നത്, നിന്നോട് 1 നാഴിക ദൂരം വരാൻ നിർബന്ധിക്കുന്നവന് 2 നാഴിക പോവുക. അതായത് റോമൻ പട്ടാളക്കാര് അവരുടെ ഭാരമുള്ള കിറ്റ്, അവരുടെ പുതപ്പും അവരുടെ സാധനങ്ങളും ഒക്കെ അവര് യഹൂദന്മാരെ കൊണ്ട് ചുമപ്പിക്കുമായിരുന്നു. യഹൂദൻ 1 നാഴിക ഇത് ചുമന്ന് സഹായിക്കണം എന്നായിരുന്നു റോമൻ നിയമം. യഹൂദന് അതിനെതിരായിരുന്നു. അതിനെതിരെ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എരിവുകാരായിട്ടുള്ള ആളുകൾ അതിനെതിരെ എന്നും ബഹളം ഉണ്ടാക്കുന്ന ആളുകളായിരുന്നു. പക്ഷേ യേശു പറഞ്ഞത് അങ്ങനെ ബഹളത്തിന് പോകണ്ട. ഒരു പട്ടാളക്കാരൻ നിന്നോട് അവൻ്റെ കിറ്റ് 1 നാഴിക ചുമക്കണം എന്ന് പറഞ്ഞാൽ, അയ്യോ ഞാൻ 2 നാഴിക ചുമക്കാമല്ലോ എന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ അവന് തോന്നും, അയ്യോ ഇയാൾ ക്രിസ്ത്യാനിയാണല്ലോ, ഇയാള് രക്ഷിക്കപ്പെട്ടവനാണല്ലോ, എന്തൊരു സ്വഭാവമാറ്റം എന്ന് തോന്നാനിടയാകും. നമ്മുടെ പ്രസംഗത്തെക്കാൾ നമ്മുടെ ഈ പെരുമാറ്റം ആളുകളെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. താഴെ കർത്താവ് പറഞ്ഞത്, യാചിക്കുന്നവരെ അവരെങ്ങനെയുള്ളവരാണെന്ന് അന്വേഷിക്കാതെ കൊടുക്കുക. ചിലപ്പോൾ അവര് കബളിപ്പിക്കുന്നവരായിരിക്കും. കീറിയ വസ്ത്രമൊക്കെ ധരിച്ച് ഒക്കെ അവര് ദാരിദ്ര്യം അഭിനയിച്ചായിരിക്കും. സാരയില്ല, യാചിക്കുന്ന ഏവനും കൊടുക്കുക. കാരണം ചിലപ്പോൾ അതിനകത്ത് ജെനുവിൻ കേസും കാണും. നമ്മൾ അവരെയും ദുഃഖിപ്പിക്കാൻ ഇടയാകരുത്. അതുകൊണ്ട് ചിലതൊക്കെ പാഴായിരിക്കും. സാരയില്ല, യാചിക്കുന്ന ഏവനും കൊടുക്കുക. വായ്പ വാങ്ങുന്നവൻ ചിലപ്പോൾ തിരികെ തരികയില്ലായിരിക്കും. നമുക്കറിയാം, ചില മനുഷ്യർ വായ്പ വാങ്ങാൻ വലിയ ബിരുദാണ്. കടയിൽ നിന്നൊക്കെ അവർ സാധനങ്ങൾ മേടിക്കുക, എന്നിട്ട് പിന്നെ കൊടുക്കാതെ പിന്നെ റെഡി കാശിന് വേറെ കടയിൽ പോയി മേടിക്കും. ഒരിക്കലും വിശ്വാസിക്കത് ഭൂഷണമല്ല. എന്നാൽ വായ്പ വാങ്ങുന്നവൻ തരികയില്ല എന്ന് നമുക്കറിയാമെങ്കിൽ പോലും നമ്മളത് കൊടുക്കാനായിട്ട് തയ്യാറാകണം. കാരണം അവൻ്റെ ഇപ്പോഴത്തെ ആവശ്യം വളരെ ജെനുവിനായിരിക്കും. ഇതൊക്കെയാണ് സ്വർഗരാജ്യ പൗരന്മാരുടെ ഒരു സാമൂഹിക നിലവാരം. യേശുവിനെ കൈക്കൊണ്ട് രക്ഷിക്കപ്പെട്ടവർക്ക് ഇത് തീർച്ചയായിട്ടും സാധിക്കും. ഒരുത്തൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്നാണ്. സക്കായി യേശുവിനെ കൈക്കൊണ്ടു. കിട്ടണം എന്നുള്ള സ്വഭാവമായിരുന്നു. പക്ഷേ യേശുവിനെ കൈക്കൊണ്ട് കഴിഞ്ഞപ്പോൾ കൊടുക്കണം എന്നുള്ള ആ ദൈവത്തിൻ്റെ സ്വഭാവം അവന് ഉണ്ടാകാനിടയായി. ഇംഗ്ലീഷ് പറയാറുണ്ട്, ഗോഡ് gives and forgives. Man gets and forgets. നമ്മൾ അങ്ങനെയാകാൻ പാടില്ല. ദൈവത്തിൻ്റെ സ്വഭാവം കൊടുക്കുക അതായിരിക്കണം നമ്മുടെ സ്വഭാവം. കിട്ടുക ലഭിക്കുക എന്നുള്ളതായിരിക്കരുത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.